എന്താണ് അമ്മ, ഞാനിവിടെ ഈ പണിയെടുക്കുന്ന കാണില്ല. എപ്പം നേരം അവിടെ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ വിളിച്ചുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് വേർപ്പിക്കണോ? ഓലക്ക, നീ ആരോടാണ് സംസാരിക്കണേ എന്നുള്ളൊരു ബോധം നിനക്ക് എപ്പോഴും ഉണ്ടായാൽ നല്ല കേട്ടോ. എടാ എന്റെ അമ്മ ഉണ്ടല്ലോ, ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കും. ചോറ് കഴിച്ചോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചാണ്ട് വെറുതെ വിളിക്കുക. ഒരു കാര്യമില്ല. നീ തന്നെ കണ്ടില്ല ഇപ്പൊ എത്ര തവണ വിളിക്കാൻ തുടങ്ങിയെന്ന്. പിന്നെ എങ്ങനെയല്ല, പിന്നെ എങ്ങനെ പെരുമാറുക? നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ 8ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത്. ഈ മാസം 24 ആവുമ്പോൾ അവരെന്നെ വിട്ടിട്ട് പോയിട്ട് 19 വർഷമാവും. ജീവിച്ചിരിക്കുമ്പോഴേ അവരെ നല്ലപോലെ സ്നേഹിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ എൻ്റെ അമ്മേനോട് അങ്ങനെ പറഞ്ഞു, അച്ഛനോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നേ ഈ ചൂടങ്ങ് പോയി കഴിഞ്ഞാലേ പിന്നെ തൊടുന്ന സമയത്ത് വല്ലാത്തൊരു തണുപ്പാ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴേ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് കൊണ്ടുവച്ച്. അതുകൊണ്ടേ അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട് കുറച്ചൊരു സ്നേഹവും ഒരു കരുതൽ തിരിച്ച് അങ്ങോട്ടും കൊടുത്താലേ അവർക്കും ഭയങ്കര സന്തോഷാവൂടാ. പാവല്ലടാ അവര്. നമ്മളെ വളർത്തി വലുതാക്കാൻ അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊന്ന് സ്നേഹത്തോടെ അമ്മ ഞാൻ കഴിച്ചെന്നൊന്ന് പറഞ്ഞാൽ മതി. ചില അമ്മമാരൊക്കെ ഓരോ മക്കൾക്ക് മുലയൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഓല് പോലും ഭക്ഷണം കഴിക്കുള്ളൂ. അതാണടാ മാതൃസ്നേഹം എന്നൊക്കെ പറയണേ. ഈ അച്ഛനമ്മമാരെ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു കാലമുണ്ട്, നരകത്തിന് തുല്യമാണ്. ഒരു പട്ടിയുടെ വില പോലും പലരും പല സമയത്തും തരൂലടാ. അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്. അമ്മേനോടും അച്ഛനോടൊക്കെ നല്ല സ്നേഹത്തിലും അവരെ സന്തോഷിപ്പിച്ചൊക്കെ മാക്സിമം കൂടെ നിൽക്കാൻ നോക്കടാ. അതില്ലാതായി നോക്കണം. അപ്പോളെ അതിനൊക്കെ വിലയും നിലയൊക്കെ മനസ്സിലാവുള്ളൂടാ. നമ്മൾ അച്ഛനമ്മമാർക്ക് അവരിഷ്ടം പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അവരുടെ ആരോഗ്യം നന്നായിട്ട് നോക്കുക. അവരുടെ ആരോഗ്യത്തോടുണ്ടെങ്കിലാടാ നമ്മൾക്ക് നല്ല ആരോഗ്യവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അച്ഛനമ്മമാരെ നല്ലപോലെ നോക്കാൻ സ്നേഹിക്കാൻ പറ്റാത്ത മക്കളാണടാ ഏറ്റവും വലിയ പരാജയപ്പെട്ടവര്. അതുകൊണ്ട് ഇനി ഒരിക്കലും അമ്മേനോട് ദേഷ്യപ്പെടരുത്. അവര് നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഒരാൾക്കും നമ്മളെ സ്നേഹിക്കാനും കഴിയില്ലടാ. അമ്മേനെ വിളിച്ചിട്ടേ സോറി പറ. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ വിളിച്ചോളാം. സോറി കേട്ടോ, നേരത്തെ അങ്ങനെ പറഞ്ഞതിന്. അമ്മ ചായ കുടിച്ചോ? ഞാൻ പണിയിലാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം കേട്ടോ. ശരിയാണ്.